ജീവിതത്തിൻ്റെ സ്ഥിരം റൂട്ടിനിൽ നിന്ന് അല്പം മാറി നിന്നാൽ ചിലയിടങ്ങൾ കാണാം. കാൽ വെച്ച് ഉയരെയും താഴോട്ടും നീട്ടി നടന്നാൽ ചില മനുഷ്യരെയും കാണാം. സലാവുക്കയെ പോലെ 3 കുഞ്ഞാടടക്കം 13 പേരെ കൊണ്ട് മൂപ്പരി കുന്നു കയറും. അവറ്റകളോട് മേയാൻ പറയും. കാറ്റുകൊണ്ട് അങ്ങനെ ഇരിക്കും. അത് മൂപ്പരുടെ ഇടം. ആദ്യം രണ്ടാടായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആദ്യം എൻ്റെ ഒപ്പം ആടിനെ തന്നിട്ട് അയിമന്ന് നടത്തിയതാണ്. നമ്മള് സാധാരണ ആട് മറ്റേ ബർക്കത്തുള്ള ജീവിയാന്നൊക്കെ പറയാം. ശരിയാണ്. ഈ സ്പേസുകൾ ഇങ്ങനെയാണ്. പ്രകൃതിയോട് സംഭാഷണം നടത്തുന്നത് കാണാം. മനുഷ്യൻ അക്ഷരങ്ങളോട്, മൃഗങ്ങളോട്, മൃഗങ്ങൾ മരങ്ങളോട്, മരങ്ങൾ മനുഷ്യരോട് കലഹിക്കുന്നതും സംവദിക്കുന്നതും കാണാം. അതുപോലെ ചക്കട മണം കേട്ടാലൊക്കെ ചിലപ്പോൾ ചക്ക നല്ല ഇഷ്ടമാണ്. ചക്ക നല്ല ഇഷ്ടമാണ്. അപ്പൊ നമ്മള് പിന്നാലെ നടന്നിട്ട് നമുക്ക് ഭ്രാന്ത് പിടിക്കോ? നമുക്ക് സമയമുണ്ടേ. വിജനം എന്ന് തോന്നുന്ന പലതും നിബിഡമാണ്. ചിലപ്പോൾ മൗനം കൊണ്ട്, അല്ലെങ്കിൽ കലഹം കൊണ്ട്. കുന്നിന് പേര് പൊതുവെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരണുണ്ടെങ്കിൽ ആൾക്കാർ പേരിട്ട് ഇട്ടതാണ്. കാർഗിൽ എന്ന സ്ഥലത്തിന്റെ പേരല്ലേ? കൊറോണയുടെ സമയത്തൊക്കെ ആൾക്കാർ നല്ല അതിന് എടുക്കും പോകാൻ പറ്റിയിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് ആൾക്കാർ വരലടത്തി. പിന്നെ എങ്ങനെ ചെക്കന്മാരെ ഇതിലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കാർഗിളിൽ നിന്ന് പേര് വീണതാണ്. തനിയെ ഇരുന്ന് മറ്റേതോ കാലത്തിന്റെ മനുഷ്യന്റെ കഥ വായിക്കുന്ന ഒരാൾ, അവയോട് തൻ്റെ മനസ്സുകൊണ്ട് കഥ പറയുന്ന ഒരാൾ, ജീവിതത്തിൻ്റെ തനി ആവർത്തനങ്ങളിൽ നിന്ന് വേറെ വൈബ് തേടി വരുന്ന മറ്റു ചിലർ, അൺപ്രഡിക്റ്റബിളായ കൊച്ചു ജീവിതത്തിൻ്റെ വൈകുന്നേരങ്ങളെ പിടിച്ചു നിർത്തി അവർക്ക് ആനന്ദം കൊടുക്കുന്ന ചിലർ, നിഷ്കളങ്കമായ 2 ജീവിത സംഭാഷണങ്ങൾ. അങ്ങനെ നാം എല്ലാം ചേർന്ന അനേകം കഥകളുടെ കൊച്ചുതിരുത്തുകൾ, വലിയ കഥകളുടെ കുഞ്ഞുകിടങ്ങളുണ്ട്. ഒന്ന് തെന്നിമാറി നടന്നു കയറിയാൽ മാത്രം